നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പൂവ് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഞാനൊരു 5 വരെ എണ്ണം, അതിനുള്ളിൽ നിങ്ങൾ ആ പൂവ് മനസ്സിൽ വിചാരിച്ചിരിക്കണം. എന്നിട്ട് അതിൽ നിന്നും നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവവും അല്ലെങ്കിൽ സ്വഭാവ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ 1 2 3 4 5. അപ്പോൾ എല്ലാവരും മനസ്സിലൊരു പൂവ് വിചാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ റോസാപ്പൂവാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഫലമാണ് ഞാൻ ആദ്യം പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ റോസാപ്പൂവാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശത്രുക്കളെ എളുപ്പത്തിൽ ജയിക്കുന്നവരായിരിക്കും. അതായത് റോസാപ്പൂവിൻ്റെ മുള്ളുകൾ നമ്മളിപ്പോൾ സ്പർശിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ റോസാപ്പൂ പറിക്കാൻ പോകുമ്പോൾ ആ മുള്ള് നമ്മുടെ കയ്യിൽ സ്പർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആ റോസാപ്പൂ പറിക്കണേന്ന് പിൻവാങ്ങും. അതുപോലെ തന്നെ നിങ്ങളുടെ എതിരായിട്ട് വരുന്ന ശത്രുക്കളിൽ നിന്നൊക്കെ ജയിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് ഏത് മേഖലയിൽ പ്രവേശിച്ചാലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടായാൽ കൂടിയും അത് അവരിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കവചം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ വളരെയധികം നന്മയുള്ള വ്യക്തികളായിരിക്കും, നന്മയുള്ള മനസ്സിന് ഉടമകളായിരിക്കും. ഒരാൾ സഹായം ചോദിച്ചു വന്നാൽ നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന് പറയാൻ ഉള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സഹായം ചെയ്യണ ഒരു വ്യക്തികളാണ് നിങ്ങളെന്ന് വിശേഷിപ്പിക്കാം. അതായത് വിശാല മനസ്കർ തന്നെയാണ് ഈ റോസാപ്പൂ മനസ്സിൽ വിചാരിച്ച ആൾക്കാർ. അതുപോലെ തന്നെ നിങ്ങൾ ആരോട് നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നിയാലും അത് ആത്മാർത്ഥമായിരിക്കും. അതിപ്പോൾ വീട്ടിലെ സഹോദരിമാരോടായിക്കോട്ടെ, ആരോടായിക്കോട്ടെ, നിങ്ങൾ ആരെ ഇതായാലും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടമായിരിക്കും അവരോടുണ്ടായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ സ്വാർത്ഥത അധികം ഇല്ലാത്ത ഒരാൾക്കാരായിരിക്കും നിങ്ങൾ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് വിധത്തിലും സഹായിക്കാൻ, നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കാൻ ഒരു മനസ്ഥിതി ഉള്ളവരായിരിക്കും ഇവരെന്നതാണ് പ്രത്യേകത. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര മനസ്സിൽ വിചാരിച്ച ആൾക്കാരുടെ പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ താമര മനസ്സിൽ വിചാരിച്ചവർ ഏത് മതസ്ഥരായിക്കോട്ടെ അവർ ആ മതത്തിൽ അടിയുറച്ച ഭക്തിയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഇൻട്രോവേർട്ടുകളായിരിക്കും, അതായത് അന്തർമുഖരായിരിക്കും. മറ്റൊന്നിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരാൾക്കാരായിരിക്കില്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ വളരെയധികം കുറവുള്ള വ്യക്തികളായിരിക്കും. തന്നിൽ തന്നെ ഒതുങ്ങി ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താമരച്ചിലയിലാണ് നിൽക്കുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലായാലും, ഏത് എന്താ പറയുക, നെഗറ്റീവ് സിറ്റുവേഷനിലായാൽ കൂടിയും അവരെ അതിലൊക്കെ പിടിച്ചു നിൽക്കും. ഏത് സിറ്റുവേഷൻ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയായിക്കോട്ടെ, അല്ലെങ്കിൽ വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയാലും അവർ അതിൽ നിന്നൊക്കെ റിക്കവറാവും, നല്ല നിലയ്ക്ക് എത്തും. അതായത് അവർ അതിലൊന്നും അവരുടെ മനസ്സ് കുലുങ്ങില്ല. അങ്ങനത്തെ ഒരു വ്യക്തികളായിരിക്കും നമ്മൾ താമര മനസ്സിൽ വിചാരിച്ച ആൾക്കാർ. അതുപോലെ തന്നെ അവർ വളരെയധികം പ്രശസ്തരാവണം എന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല. അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. തിരിച്ചൊന്നും പ്രതിഫലം ഇച്ഛിക്കാതെ കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്വഭാവമാണ് താമര മനസ്സിൽ വിചാരിച്ച ആൾക്കാർ. അതുപോലെ തന്നെ ഇനി അടുത്തത് ചെമ്പരത്തിപ്പൂ റയറായിട്ട് ചെമ്പരത്തിപ്പൂ മനസ്സിൽ വിചാരിച്ച ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും അവർക്ക് ഭ്രാന്താണ്. എന്നാൽ അവർ അങ്ങനെയല്ല, ഭ്രാന്തൻ ചിന്താഗതികളായിരിക്കും എന്ന് മറ്റുള്ളവർക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു വീക്ഷണ കോണിലാണ് അവരുടെ ചിന്താഗതികളുള്ളത്.
അതായത് ഒരു സാധാരണക്കാർ ചിന്തിക്കുന്ന ലെവലിലല്ല അവരുടെ ചിന്തകൾ. സാധാരണക്കാർ ചിന്തിക്കണേലും വിട്ടിട്ടുള്ള മറ്റ് സബ്ജക്റ്റുകളിലൊക്കെ ആയിരിക്കും അവരുടെ ചിന്ത എന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും ഇവർക്ക് ഭ്രാന്താണ്. അങ്ങനെയല്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ ചിന്തിക്കാത്ത സബ്ജക്റ്റുകൾ, അത് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ പറയില്ലേ അദൃശ്യമായിട്ടുള്ള ശക്തികൾ, അങ്ങനെ അവർക്ക് നമ്മൾ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കില്ല അവരുടെ പ്രധാനം. പിന്നെ സഹപ്രവർത്തകരോട്, സഹജീവികളോട്, എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം പുലർത്തുന്നവരായിരിക്കും, കരുണയുള്ളവരായിരിക്കും ഈ കൂട്ടരെന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് മുല്ലപ്പൂവാണ് മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുല്ലപ്പൂ മനസ്സിൽ വിചാരിച്ചവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ശാന്തരായിരിക്കും. അതുപോലെ തന്നെ കുറേ നന്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളായിരിക്കും അവരെ പെട്ടെന്ന് കാണുമ്പോൾ ആർക്കും അത് മനസ്സിലാവില്ല. അവർ പൊതുവെ സൈലൻ്റ് ആയിരിക്കും. മറ്റേ താമര പറഞ്ഞ പോലെ തന്നെ ഇൻട്രോവർട്ടുകളായിരിക്കും, സൈലൻ്റ് ആയിരിക്കും, നന്മകളുടെ നിറകുടമായിരിക്കും അവർ. അതുപോലെ തന്നെ അവർ അധികം പ്രശസ്തരാവാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഈ മുല്ലപ്പൂ മനസ്സിൽ വിചാരിച്ച ആൾക്കാർ. അവരുടെ കീർത്തി ലോകമെമ്പാടും നിറയും എന്നാണ് ഫലം. അതായത് അവരുടെ മനസ്സിൻ്റെ നന്മ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ പവിത്രത അല്ലെങ്കിൽ ആത്മാർത്ഥത അതൊക്കെ ലോകം അറിയാൻ സാധ്യതയുള്ള കൂട്ടരാണ് ഈ മുല്ലപ്പൂ മനസ്സിൽ വിചാരിച്ചവർ. അതുപോലെ തന്നെ ഇവർ അധികവും നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാരിൽ നിന്നും മാറി നടക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്നൊക്കെയുള്ള ഒരു എന്താ പറയുക, ആ എനർജി പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും, അല്ലെങ്കിൽ അവരെ ബാധിക്കും എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാം. അപ്പം അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് മറ്റുള്ളവരുടെ ദേഷ്യം അതൊന്നും പെട്ടെന്ന് സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അത്ര ദൃഢമായിട്ടുള്ള മനസ്സിനുടമകളായിരിക്കില്ല അവർ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ അവർ വിട്ടു നിൽക്കുന്നത് അനിവാര്യമാണ്. അതുപോലെ തന്നെ അവർ അത്ര സെൽഫിഷൊന്നുമല്ല, എന്നാൽ ചില സമയങ്ങളിൽ അവർ സെൽഫിഷ് ആവാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ 4 പുഷ്പങ്ങളെ ചിന്തിച്ചവരുടെ ഫലങ്ങളാണ് ഇപ്പോൾ മനസ്സിലേക്ക് തെളിഞ്ഞത്. ഇനി അതിലുപരി വേറെ പുഷ്പങ്ങളാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അതിൻ്റെ ഫലം വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വല്ല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഈ ഫലങ്ങൾ കറക്റ്റാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ശരി, നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.